കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 20-12-2025 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ദിവസമായിരുന്നു അല്ലേ? ഇന്ന് 1:30 മുതൽ 3:20 വരെയായിരുന്നു പരീക്ഷ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പരീക്ഷയെക്കുറിച്ച് ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശദമായ പരീക്ഷ അവലോകനം, അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലും എത്രയാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു അല്ലേ? സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിൽ വലിയ അധികം കടുപ്പമുള്ള ചോദ്യങ്ങളല്ലായിരുന്നു എന്നുള്ളതാണ്. എന്തായാൽ പോലും നല്ല അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എങ്കിലും സിലബസ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന രീതിയിലായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്സ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അതുപോലെ തന്നെ GK ആണെങ്കിലും GK കുറച്ച് പ്രയാസമായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു GKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പൊതുവെ എല്ലാ പരീക്ഷയ്ക്കും ജനറൽ നോളജ് നല്ല കടുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ മൊത്തത്തിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിട്ട് വേണം നമുക്ക് ഇന്നത്തെ പരീക്ഷയെ വിലയിരുത്താൻ. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും വിളിച്ചിരുന്നു. അപ്പോൾ അവരുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ചൊക്കെ ഓരോ ജില്ലയിലും എത്രയാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുള്ളത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടൊരു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിട്ട് ഇന്നത്തെ പരീക്ഷയെ കണക്കാക്കാം. നമുക്ക് അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾക്ക് തിരുവനന്തപുരം ജില്ല എടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ 60-നും 63-നും ഇടയ്ക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ ഒരു 55-നും 57-നും ഇടയ്ക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല എടുത്താലും പത്തനംതിട്ട ജില്ലയിൽ ഒരു 56-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ 56-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ ഒരു 58-നും 60-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ല എടുത്താൽ ഇടുക്കി ജില്ലയിലും 56-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിലും ഇതുപോലെ തന്നെ ഒരു 55-നും 57-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് ജില്ല എടുത്താൽ പാലക്കാട് ജില്ലയിലും ഒരു 54-നും 56-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ. അതുപോലെ തന്നെ മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിലും 55-നും 57-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ ഒരു 57-നും 59-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. കണ്ണൂർ ജില്ലയിലും ഏകദേശം 55-നും 57-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 54-നും 56-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. അതുപോലെ തന്നെ വയനാട് ജില്ല എടുത്താൽ 53-നും 55-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് ഇങ്ങനെ വരുന്ന ഒരു അവസരത്തിലും ഈ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ലിസ്റ്റ് വിപുലീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ PSCയിലേക്ക് പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷകളൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. ലിസ്റ്റ് ചുരുക്കാതെ നല്ല വിപുലീകരിച്ച ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്തുത രീതിയിലുള്ള അപേക്ഷകളൊക്കെ സമർപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച്. ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ നടപടികളൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഏകദേശം ഒരു 120 ദിവസങ്ങളിലൊക്കെ തന്നെ ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന മുമ്പായിട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്പോൾ ആ കൃത്യസമയത്തുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ നിങ്ങൾ വാങ്ങിച്ചു വെക്കണം.
വാങ്ങിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടാണെങ്കിൽ അത് വാങ്ങി വെച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ PSC ആവശ്യപ്പെടുന്ന സമയത്തുള്ളിൽ തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തത്തിൽ പരീക്ഷയെ സംബന്ധിച്ച ഒരു വിശദമായ ഒരു അവലോകനമാണ്, കട്ട് ഓഫ് മാർക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പരീക്ഷയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ ഒരു അവലോകനം നമ്മൾ നടത്തി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നമസ്കാരം.